എന്റെയും ലാലോടിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഈ 10 വർഷത്തിനിടയിൽ ഞാൻ ലാലോടിന്റെ കൂടെ അല്ലാതെ സിനിമക്ക് പോയിട്ടില്ല. എന്റെ ഏറ്റവും വലിയ കംഫർട്ട് പാർട്ട്ണർ എന്ന് പറയുകയാണെങ്കിൽ അത് ലാലോട്ടൻ തന്നെയാണ്. അപ്പൊ ഇവരിങ്ങനെ നമുക്ക് ദൃശ്യത്തിന് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ പോകണം എന്നൊക്കെയുണ്ട്. പക്ഷേ ലാലോടിനില്ലാത്ത വിഷമമുള്ളത് കൊണ്ട് തന്നെ വസുവിന്റെ പേരും പറഞ്ഞിട്ടൊഴിഞ്ഞ് അപ്പോൾ വസുവിനെ അമ്മ നോക്കിക്കോളാന്നായി. പിന്നെ സാൻവി ഒരേ വാശിയായി അമ്മ ഉണ്ടെങ്കിലേ ഓള് പോവുള്ളൂ എന്നുള്ളത്. അങ്ങനെ വാശിക്കൊടുവിൽ എന്നാ പിന്നെ ഞാനും വരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ലാലോടിനെ വിളിച്ച് പറയുന്നത് ഇതാ ഞാൻ സിനിമക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഒരു മറുപടി എന്നാ പിന്നെ ഞാൻ നാളെ പോയിട്ട് കണ്ടോളാം. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നെ കാത്തിരിക്കുകയായിരുന്നു മൂപ്പർ എന്നുള്ളത്. അതൊന്ന് സമ്മതിച്ചു തരുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. സമ്മതിച്ച് തരൂല. എന്നാലും നമുക്ക് രണ്ടുപേർക്കും പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമ്മളിതാ തിയേറ്ററിലെത്തി. ദൃശ്യം 3 തുടങ്ങി. 1ഉം 2ഉം കണ്ടവര് ആ ഒരു പ്രതീക്ഷയിൽ ഈ സിനിമ കാണാൻ പോവുകയേ ചെയ്യരുത്. അതിനടുത്തുകൂടെ ഈ സിനിമ പോയിട്ടില്ല. എന്തായാലും ഞങ്ങൾ ഒരേ ചിരിയായിരുന്നു. ഒരു കോമഡി സിനിമയൊക്കെ കണ്ടൊരു ത്രില്ലായിരുന്നു കേട്ടോ നമുക്ക്. കാരണം അതിൽ ഓരോ സന്ദർഭങ്ങളും ഓരോ ഡയലോഗും പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുകയായിരുന്നു. ഇനിയൊരു 4ാം ഭാഗം വരരുത് എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ